ഹലോ, ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഇതുപോലത്തെ ഫ്രണ്ട് ഓപ്പൺ എയർലൈൻ കുർത്തി എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതുപോലെ ഞാൻ രണ്ട് മെറ്റീരിയൽ ഫോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. 2 കട്ട് പീസായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ച ശേഷം നമ്മൾ ഓരോ ഇഞ്ചിൽ ആ ഫോൾഡിൻ്റെ ഭാഗത്തായിട്ടൊന്ന് പോയിൻ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് പോയിൻ്റ് ചെയ്ത് കൊടുക്കുക. അതിലോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത ശേഷം ആ ഒരു ഭാഗം നമ്മൾ മടക്കി വെച്ച് കൊടുക്കുക. ഉള്ളിലോട്ട് ഇതുപോലെ കറക്റ്റ് ചെയ്തിട്ട് മടക്കി കൊടുക്കുക. ഈ ഒരു ഭാഗം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഈ ഒരു ഫോൾഡ് ചെയ്ത് വെക്കണത് മാത്രം ഈ ഒരു ഇതിൽ ശ്രദ്ധിച്ചാൽ മതി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണത്. ഇനി മെഷർമെൻറ്റ് നോക്കാം. 4 ഇഞ്ചാണ് ഷോൾഡർ കൊടുത്തിട്ടുള്ളത്. ഒരു 1.5-1.25 ഇഞ്ചാണ് നെക്ക് വിടുത്ത് കൊടുത്തിട്ടുള്ളത്. കാണാമല്ലേ? അതിനുശേഷം 2.5 ഇഞ്ചാണ് ബാക്ക് നെക്ക് കൊടുത്തിട്ടുള്ളത്. 3.5 ഇഞ്ച് ഫ്രണ്ട് നെക്കും 4.5 ഇഞ്ച് ആം ഹോളുമാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. 8 ഇഞ്ചാണ് ഷേപ്പ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. ചെറിയൊരു കുട്ടിയുടെ അളവാണ്. ഒരു 5 വയസ്സുള്ള കുട്ടിയുടെ ഒക്കെ ഒരു മെഷർമെൻ്റ് ആയിട്ട് എടുക്കാതെ 7.5 ഇഞ്ച് ചെസ്റ്റ് വിടുത്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ 6 ഇഞ്ച് ഷേപ്പ് വിടുത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ പോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ മെഷർമെൻറ്റ് ഇതൊന്നും ഇതിൽ ഇമ്പോർട്ടൻസ് അത്ര കൊടുക്കുന്നില്ല. കാരണം ഫ്രണ്ട് ഓപ്പൺ കുർത്തി എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക വളരെ എളുപ്പത്തിൽ എന്നുള്ളത് മാത്രമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉള്ളവർക്ക് മെസ്സേജ് വഴി അറിയിക്കാവുന്നതാണ്. എനിക്ക് കഴിയുന്നത് ആണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്തായാലും വീഡിയോയിലൂടെ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഇനി ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ച് കൊടുക്കുക കേട്ടോ. 1 ഇഞ്ച് ബാക്കിലോട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്നുകൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ മാർക്കിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ വരക്കുന്നതാണ് കേട്ടോ ഷേപ്പ് ലെങ്ത്ത് എന്ന് പറയുന്ന പോയിൻ്റ്. ഇനി നമുക്കിത് അതിലൂടെ കറക്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കാണണമെന്നോ മെഷർമെൻറ്റോ ഒക്കെ ആവശ്യമുള്ളവർ മെസ്സേജ് വഴി അറിയിക്കുക കേട്ടോ. എനിക്ക് കഴിയുന്നതാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അത് ചെയ്ത് കാണിക്കും. ഇനി ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ഫ്രണ്ട് ഓപ്പൺ ടോപ്പ് കുർത്തി ഒരുപാട് ടൈപ്പ് മെത്തേഡ് വരുന്നുണ്ട് കേട്ടോ. അതിലെ ഒരു സിമ്പിൾ മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. ഒരുപാട് വരുന്നുണ്ട്. അത് ഞാൻ വരും വീഡിയോയിൽ ചെയ്ത് കാണിക്കാം കേട്ടോ. ബാക്ക് സൈഡ് മാറ്റി വെച്ച ശേഷം ഇതുപോലെ ഫ്രണ്ട് സൈഡ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കണം. കാണാമല്ലേ? ഇനി അത് നിവർത്തി വെച്ച ശേഷം ആ ഒരു സെൻറ്റർ പോയിൻ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കട്ടിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. കാണാമല്ലേ? ഫ്രണ്ട് പോർഷൻ നമുക്ക് 2 കട്ട് പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. ബാക്ക് സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് മെത്തേഡ് നോക്കാം കേട്ടോ. കാണാമല്ലേ? ഇതുപോലെ വെച്ച് കൊടുക്കുക. രണ്ടും ഒരുമിപ്പിച്ച് വെച്ച് കൊടുക്കുക. ഇതുപോലെ മടക്കി കൊടുത്തിട്ടും ഫ്രണ്ട് ഓപ്പൺ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ അതിൽ വേറൊരു ടൈപ്പാണ് കാണിക്കുന്നത്. ഇതുപോലെ വെച്ച ശേഷം രണ്ടും നമ്മൾ എങ്ങനെയാണോ കട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് വെച്ചിരുന്നത് അതുപോലെ തന്നെ ഒരുമിപ്പിച്ച് വെച്ച് കൊടുക്കുക. അതിനുശേഷം ആ 1 ഇഞ്ചിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. എപ്പോഴും ഞാൻ പറയാറുണ്ട് കെട്ടിട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ 2 സ്റ്റിച്ച് ഇടാനും മാക്സിമം ശ്രമിക്കുക. നമുക്ക് ഏത് വരെയാണോ ഫ്രണ്ട് ഓപ്പൺ വേണ്ടത് അതുവരെ മാത്രം സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാൻ അതൊന്നും ഇതിൽ മാർക്ക് ചെയ്തിട്ടില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്രയാണോ ഫ്രണ്ട് ഓപ്പൺ താല്പര്യം അതിനനുസരിച്ചിട്ട് അവിടെ പോയിൻ്റ് ചെയ്തിട്ട് അത്രമാത്രം സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ കാണാമല്ലേ നമ്മുടെ ആ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നല്ല വശത്തേക്കൊന്ന് ഇട്ട് നോക്കാം. കാണാമല്ലേ? നല്ല ഭംഗിയിൽ നീറ്റായിട്ട് ഫ്രണ്ട് പോർഷൻ കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ടിൽ ഓപ്പണും വന്നിട്ടുണ്ട്. ഇനി അതെങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം കേട്ടോ. ഇതുപോലെ ഓപ്പൺ മടക്കി സ്റ്റിച്ച് ചെയ്യണം നോക്കിക്കോളൂ. നമ്മൾ ചുരിദാറിൻ്റെ സൈഡ് ഓപ്പൺ മടക്കണ പോലെ തന്നെ നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ഒപ്പം വേണം കേട്ടോ. സ്റ്റിച്ചിങ് കാണാമല്ലോ? സെയിം കളർ ത്രെഡ് ആയതുകൊണ്ട് ഞാൻ ചോക്കോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാണാമല്ലേ? ഇതുപോലെ ഫസ്റ്റ് മടക്കുക. ആ ഒരു ചോക്ക് ലൈനിലോട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക. രണ്ടാമത് ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് മടക്കി കൊടുക്കുക. നമുക്ക് നല്ല ഭംഗിയിൽ ആ ഓപ്പൺ കിട്ടും. ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ കേട്ടോ. ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം ഒന്നുകൂടെ മടക്കി കൊടുക്കുക. കാണാണ്ടോ? നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കുറച്ച് മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്ത ശേഷം സൂചി ആ ഒരു മെറ്റീരിയലിൽ കുത്തി നിവർത്തി ഫൂട്ട് കാണാണ്ട് ഞാൻ പൊക്കി കൊടുത്തിട്ടുണ്ട്. കാണാമല്ലേ? ഫൂട്ട് നോക്കി നോക്കൂ. പൊക്കി കൊടുത്ത ശേഷം
നമ്മളിതാ ഈ സൈഡൊന്ന് മടക്കി കൊടുക്കുക. കറക്റ്റായിട്ട് നോക്കിക്കൊള്ളിട്ട് അത് ആ പോയിൻ്റ് നമ്മളിത് അതുപോലെ ഉള്ളിലോട്ട് മടക്കി കൊടുക്കുക. കാണാമല്ലേ, നല്ല കറക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഫൂട്ട് താഴ്ത്തി ഇതതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്താ സൂചി അതിൽ കുത്തി നിവർത്തി ഫൂട്ട് പൊക്കി കൊടുത്ത് തിരിച്ചിടണം കേട്ടോ. സൂചി കുത്തി നിർത്തി ഫൂട്ട് പൊക്കിയ ശേഷം മാത്രമേ തിരിച്ചിടാൻ പറ്റുള്ളൂ. ഇനി ഇതുപോലെ നമ്മൾ താഴോട്ട് കറക്റ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കാണാണ്ട് നമ്മുടെ ഫ്രണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. കാണാനല്ലേ, നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. കാണാണ്ടോ, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങുകൾ നോക്കാം കേട്ടോ. ഇതൊക്കെ പഴയ ടൈപ്പിൽ തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാ സ്റ്റിച്ചിങ്ങും ഇടുന്നുണ്ട് എന്നേ ഉള്ളൂ കേട്ടോ. ക്രോസ് പീസ് വെച്ച ശേഷം ഫ്രണ്ടിനൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. എല്ലാ ക്രോസ് പീസും ഞാൻ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ടാണ് ഇടാൻ പാടില്ല. അത് നമ്മുടെ ഇഷ്ടമാണ്, ഏത് ടൈപ്പ് വേണമെന്നുള്ളതിനാൽ ഇതിൽ ബാക്കിലോട്ടാണ് കേട്ടോ ക്രോസ് പീസ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ബാക്ക് സൈഡിലോട്ട്. ഇനി ഫ്രണ്ടിൽ വർക്കിലെ ക്രോസ് പീസൊക്കെ ആണെങ്കിൽ നമുക്ക് ഫ്രണ്ടിലോട്ടും ചെയ്തെടുക്കാം. ഇവിടെ ബാക്കിലോട്ടാണ് ചെയ്തെടുക്കുന്നത്. കാണാമല്ലേ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ബാക്ക് പീസും കൂടെ ഇതുപോലെ ക്രോസ് പീസ് വെച്ച് ചെയ്തെടുക്കണം കേട്ടോ. അതിനായി ഇതിൽ കാണിക്കുന്നില്ല. ഒരുവിധം വീഡിയോസിലൊക്കെ അത് ചെയ്യാറുണ്ട്, പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അത് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കാണാമല്ലേ, നല്ല ഭംഗിയിൽ ഫ്രണ്ട് നെക്കും അതുപോലെ ഫ്രണ്ട് ഓപ്പണും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതാ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ നല്ല വശം ഒരുമിപ്പിച്ച് വെച്ച ശേഷം ഷോൾഡർ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഏകദേശം ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് ആയിട്ടുണ്ട്. നമ്മൾ പഴയത് എങ്ങനെയാണോ ചെയ്തെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതും ചെയ്തെടുക്കാനുള്ളൂ കേട്ടോ. ഈ ഒരു ഫ്രണ്ട് ഓപ്പൺ വളരെ സിമ്പിളാണ്. അതൊന്ന് ജസ്റ്റ് കാണിക്കാമെന്ന് കരുതിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മെത്തേഡ് ചെയ്ത് കാണിച്ചു, അത്രയേ ഉള്ളൂ കേട്ടോ. ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ മെസ്സേജ് വഴി അറിയിക്കാൻ, ഞാനത് ഉറപ്പായിട്ടും ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഇതുപോലെ ഷോൾഡറും ജോയിൻറ്റ് ചെയ്ത ശേഷം ഇതുപോലെ ബാക്ക് സൈഡിലോട്ട് ഇട്ടിട്ട് നമ്മൾ 1 ഇഞ്ച് പോയിൻറ്റിലോട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാണാമല്ലോ, ഇതുപോലെ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. 2 സ്റ്റിച്ച് എപ്പോഴും ഇട്ട് കൊടുക്കണം. ഞാൻ ജസ്റ്റ് ഇത് കാണിച്ച് തരികയല്ലേ കരുതിയിട്ടാണ് കേട്ടോ ഓരോ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. എപ്പോഴും ഈ 2 സ്റ്റിച്ച് ഇട്ടിട്ട് നിങ്ങൾ ചെയ്തെടുക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഈ വീഡിയോയിൽ ഞാൻ കട്ടിങ്ങിൽ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അതിനപ്പം കാണിക്കാം കേട്ടോ. ഈ സൈഡ് കയറ്റി കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് 2 സൈഡിലോട്ട് ഇതുപോലെ കറക്റ്റ് കയറ്റി വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതിന് ശേഷം നമുക്കിത് അതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഫുള്ളായിട്ട്. ആ 2 സൈഡ് കട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴോട്ട് തൂങ്ങിയിട്ട് 2 സൈഡും ഒരു വൃത്തിയില്ലാണ്ട് കിടക്കുള്ളൂ. അതോട്ടാണ് കേട്ടോ ആ 2 സൈഡ് നമ്മൾ കയറ്റി കട്ട് ചെയ്യണത്. ഇപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. നല്ല ഭംഗിയിൽ നിങ്ങൾക്കൊരു ഫ്രണ്ട് ഓപ്പൺ എലൈൻ കുർത്തി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കാണാണ്ടപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ വീണ്ടും പറയാണ്, സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് തരാം കേട്ടോ. കാണാണ്ടപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതാ നല്ല വശത്തേക്ക് ഇട്ട് നോക്കാം കേട്ടോ. കാണാണ്ടോ, ഇനി നമുക്കിതിന് നല്ല ഷോ ബട്ടൺ, ഒരു 4-5 ഷോ ബട്ടനൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ഈ ഡ്രസ്സ് നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ. ഇതുപോലെ ഷോ ബട്ടണും കൂടെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും മെസ്സേജ് വഴി അറിയിക്കാം കേട്ടോ. ഇതുപോലത്തെ വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കേ.